ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ളൊരു കമ്പനി തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫസ്റ്റത്തെ 5-സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു കാറാണ് ടാറ്റ നെക്സോൺ എന്ന് പറഞ്ഞ മോഡൽ. ഇപ്പോൾ ഇവരുടെ അടുത്ത മോഡലും അൾട്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഹാച്ച് ബാക്ക് എൻക്യാപ്പിൽ 5-സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഒരു വലിയ കാര്യം തന്നെ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും ടോർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അൾട്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് ടാറ്റ ലോഞ്ച് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഓൾറെഡി മീഡിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഡിസൈനിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ടാറ്റയുടെ ആ പഴമയുള്ള വലിയൊരു ഡിസൈനിങ് കളയാതെ, പക്ഷെ അതിൽ തന്നെ കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് അൾട്രോസ് വന്നിട്ടുള്ള ആ ഒരു പുതിയ കാർ ഹാച്ച് ബാക്ക് ആയിട്ടുള്ള ആ ഒരു കാർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 5-സ്റ്റാർ റേറ്റിംഗ് കൂടി തന്നെയാണ് അൾട്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹാച്ച് ബാക്ക് ആയിട്ടുള്ള കാറ് സേഫ്റ്റിയുടെ കാര്യത്തിൽ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മാരുതിയുടെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബലേനോ എന്ന് പറഞ്ഞതൊന്നും അത്ര വലിയ സേഫ്റ്റി ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഞാൻ പറഞ്ഞു മാരുതിയുടെ കാർസിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് സേഫ്റ്റി ഇല്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പം മാരുതിനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാരുതി അതുപോലെ തന്നെ ഹുണ്ടായുടെ i20 അതിൻ്റെ മെയിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കാറാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ടാറ്റയുടെ ആളുകൾ എപ്പോഴും ഈ ഒരു മൈലേജും കാര്യങ്ങളും മാത്രം നോക്കിയെടുക്കാണ്ട് സേഫ്റ്റിയുടെ കാര്യം കൂടിയും നോക്കിയെടുക്കാൻ തന്നെയാണ് എൻക്യാപ്പിൻ്റെ ഹെഡ് അടക്കം പറയണത്. ഓക്കെ, അതിൻ്റെ കാര്യം ഞാൻ പറയാം. മാരുതി സുസുക്കിയുടെ ബലേനോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബലേനോ Euro 4 ആയിട്ടുള്ള സ്പെക്കിന് ആ കൂടി 4-സ്റ്റാർ റേറ്റിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ i20 എഡീഷൻ ആഫ്രിക്കയിലേക്കുള്ള i20 എഡീഷന് അതിന് കിട്ടിയ റേറ്റിംഗ് എന്ന് പറയുന്നത് 3-സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ആ രണ്ടിനും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള മോഡൽസ് അല്ല, ഇന്റർനാഷണലി ഇറങ്ങുന്ന മോഡൽസിനായിട്ടുള്ള ബലേനോയ്ക്കും അതുപോലെ തന്നെ i20യുടെ കാര്യമാണ് പറഞ്ഞത്. അതിനേക്കാളൊക്കെ റേറ്റിംഗ് 5-സ്റ്റാർ റേറ്റിംഗ് കൂടി തന്നെയാണ് ടാറ്റ അൾട്രോസിന് റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ബലേനയും അതുപോലെ തന്നെ i20യും മാരുതി സുസുക്കിയുടെ ബലേനയും അതുപോലെ തന്നെ ഹുണ്ടായുടെ i20യുടെയും ക്രാഷ് ടെസ്റ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആ കൂടി രണ്ടാമത്തെ 2 കാറാണ് 5-സ്റ്റാർ റേറ്റിംഗ് എൻക്യാപ്പ് കിട്ടിയിരിക്കുന്നത്. അത് ഫസ്റ്റത്തെ കാർ എന്ന് പറയുന്നത് ടാറ്റയുടെ നെക്സൺ തന്നെയാണ്. സെക്കൻഡ് കാർ എന്ന് പറയുന്നത് ടാറ്റ അൾട്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹാച്ച് ബാക്ക് ആണ്. നെക്സോണിന് 5-സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് ഡിസംബർ 2018 ഇപ്പോൾ നമുക്കറിയാം നല്ലൊരു ബെസ്റ്റ് സെല്ലിംഗ് കാറിനാണ് ടാറ്റ നെക്സോൺ എന്ന് പറഞ്ഞ പുതിയൊരു മോഡൽ. ടാറ്റ നെക്സോണിൻ്റെ പുതിയൊരു മോഡലിൻ്റെ TV ഷൂട്ട് നടക്കുന്ന കുറച്ച് പിക്ചേഴ്സ് സ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സൺറൂഫാണ് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഡിസൈൻ വലിയൊരു വ്യത്യാസം പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ കൂടുതലും അതിൻ്റെ ഒരു വീഡിയോ പുതിയത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ടാറ്റ അൾട്രോസിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിപ്പോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോളിഡ് 5-സ്റ്റാർ തന്നെയാണ് ടാറ്റ അൾട്രോസിന് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അഡൾട്ട് എക്യുപ്മെന്റിന് 5-സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ചൈൽഡ് എക്യുപ്മെന്റിന് 3-സ്റ്റാർ റേറ്റിംഗ് ആണ് ടാറ്റ അൾട്രോസിന് ലഭിച്ചിട്ടുള്ളത്. അതെന്തോ കുറച്ച് സീറ്റ് ബെൽറ്റ് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നത്തിൻ്റെ കാര്യം കൊണ്ടാണ് ചൈൽഡ് എക്യുപ്മെന്റിന് 3-സ്റ്റാർ ലഭിച്ചിരിക്കുന്നു എന്നാണ് എൻക്യാപ്പ് പറഞ്ഞിട്ടുള്ളത്. ടാറ്റ അൾട്രോസിന് 2 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഹെഡ് ആൻഡ് നെക്ക് പ്രൊട്ടക്ഷൻ വളരെയധികം വലിയൊരു സേഫസ്റ്റ് ആയിട്ടുള്ള വേ തന്നെയാണ് ടാറ്റ അൾട്രോസിന് കൊടുത്തിട്ടുള്ളത്. അത് വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ടാറ്റ അൾട്രോസിൻ്റെ ക്രാഷ് ടെസ്റ്റ് ലഭിച്ചത്. ചെസ്റ്റ് പ്രൊട്ടക്ഷനും നല്ലൊരു റിപ്പോർട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെയധികം സേഫസ്റ്റ് ആയിട്ടുള്ളൊരു ഇന്ത്യയിലത്തെ ഒരു ഹാച്ച് ബാക്ക് എന്ന് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാറ്റ അൾട്രോസ് ആണ്. ഞാൻ പറഞ്ഞ കാറ്റഗറിയിൽ ഇപ്പോൾ ബലേനയും i20 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലൊരു സേഫസ്റ്റ് കാർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ടാറ്റ അൾട്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹാച്ച് ബാക്ക് തന്നെയാണ്. ഇപ്പോൾ എൻക്യാപ്പിൻ്റെ CEO ആയിട്ടുള്ള ഡേവിഡ് വാർഡ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് എല്ലാ കമ്പനികളും ടാറ്റ പോലെ സേഫസ്റ്റ് ആയിരിക്കാനായിട്ട് ശ്രമിക്കണം. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന എല്ലാ കമ്പനികളും ടാറ്റയാണ് ഒരു എക്സാമ്പിൾ. ടാറ്റയുടെ സേഫസ്റ്റ് ആയിട്ടുള്ള കാറുകളാണ് എക്സാമ്പിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ടാറ്റ അൾട്രോസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് അതിന്. എന്തായാലും മീഡിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും വണ്ടി കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ ചാ.